നമ്മളൊരാളോട് ഏറ്റവും നല്ല കാലഘട്ടം ഏതാണെന്ന് ചോദിച്ചാൽ ആൻസേഴ്സ് ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. എന്താണെന്ന് വെച്ചപ്പോൾ ഡിപ്പെൻസ് അപ്പോൺ ഏജ്. നമ്മളിപ്പോൾ ഒരു 80s ജനിച്ച ഒരാളോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പറയും 80s കാലഘട്ടങ്ങളാണ് അടിപൊളി, ഫോൺ ഉണ്ടായിരുന്നില്ല, ഭയങ്കര ആൾക്കാർ തമ്മിൽ ഭയങ്കര ബന്ധമായിരുന്നു, അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു, അതാണ് ഏറ്റവും വലിയ സുവർണ്ണ കാലഘട്ടം എന്ന് അവർ പറയും. ഒരു 90s ജനിച്ച ആളോട് ചോദിച്ചാൽ അവർ പറയും 90s ആണ് ഏറ്റവും ബെസ്റ്റ് കാലഘട്ടം, ഞങ്ങൾക്ക് പഴമയും കിട്ടിയിട്ടുണ്ട്, പുതുമയും കിട്ടിയിട്ടുണ്ട്, എല്ലാം കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങളുടെ ഒരു കാലഘട്ടമാണ് ഏറ്റവും അടിപൊളി എന്ന് അവർ പറയും. ഒരു 2000 ഒരു 2K കിഡ് അല്ലെങ്കിൽ ആ ഒരു ഏജ് ഗ്യാപ്പിൽ അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ ജനിച്ച ആൾക്കാരോട് ചോദിച്ചാൽ അവർ പറയും ഞങ്ങളുടെയാണ് ഏറ്റവും ബെസ്റ്റ്, ഇത്രയധികം ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്, അതുകൊണ്ട് ഞങ്ങളുടെയാണ് ഏറ്റവും ബെസ്റ്റ് കാലഘട്ടം എന്ന് അവരും പറയും. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾ യങ്ങും അതേപോലെ തന്നെ ഭയങ്കര വൈബ്രൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുന്ന ഒരു നല്ലൊരു കാലഘട്ടം ഉണ്ടല്ലോ, ഒരു ചെറുപ്പകാലം, അത് തന്നെയാണ് നിങ്ങളുടെ സുവർണ്ണ ഒരു കാലഘട്ടം. അത് 80s ആയിക്കോട്ടെ, 90s ആയിക്കോട്ടെ, 2K ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അതിനിപ്പോൾ ഒരു 3000 വർഷം കഴിഞ്ഞാൽ അവർക്ക് അതായിരിക്കും ഏറ്റവും അടിപൊളി കാലഘട്ടം. അവർക്കത് അറിയേണ്ട ആവശ്യമില്ല. ഏതാണോ നിങ്ങളുടെ ഒരു പ്രൈം ടൈം അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും ഒരു നൈസായിട്ടുള്ളൊരു സമയം ഉണ്ടല്ലോ, അപ്പോൾ അത് തന്നെയാണ് സുവർണ്ണ കാലഘട്ടം. അതാണ് നിങ്ങളുടെ സുവർണ്ണ കാലഘട്ടം. അല്ലാതെ എല്ലാ കാലഘട്ടങ്ങൾക്കും ഈക്വൽ ആയിട്ടുള്ളൊരു ഇമ്പോർട്ടൻസ് തന്നെയുണ്ട്. ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള നല്ല കാര്യങ്ങളും മോശം കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഒന്നിനേക്കാൾ നല്ലതാണ് മോശമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ഞാനൊരു 90s ജനിച്ച ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങൾ എന്നെ പോലെ തന്നെ ഞാൻ ഇപ്പോൾ പറയുന്ന പല പ്രശ്നങ്ങളും പല ആൾക്കാർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും, പല ആൾക്കാർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. എന്നെക്കാൾ വയസ്സ് കൂടുതലുള്ളവർക്ക് ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റും, ചിലപ്പോൾ പറ്റില്ല. എന്നെക്കാൾ വയസ്സ് കുറവുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഒട്ടും റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ അതൊക്കെയാണ്. അതായത് ഒരാളുടെ മെൻറ്റൽ ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു തോട്ട് പ്രോസസ്സ്, ആളുടെ ഒരു ക്യാരക്ടറൊക്കെ ബിൽഡ് ചെയ്യുന്നത് ഫസ്റ്റ് തിങ് ഫാമിലിയിൽ നിന്നാണ്. സെക്കൻഡ് നമ്മൾ ജീവിക്കുന്ന ഒരു എൻവയോൺമെൻറ്റ്, നമ്മൾ ഇടപഴകുന്ന ആൾക്കാർ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളാണ്. അപ്പോൾ ഞാനൊക്കെ ഫേസ് ചെയ്ത് അല്ലെങ്കിൽ എന്നെപ്പോലെ ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഒരു 2012 2015 ശേഷമാണ്, ചിലപ്പോൾ അതിന് മുമ്പും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും, ഭയങ്കരമായിട്ടുള്ള ഒരു സോഷ്യൽ ചേഞ്ച് കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അതായത് ഞാൻ 97 ജനിച്ച ആളാണ്. അപ്പോൾ ഞാൻ ചിലപ്പോൾ ജെൻസിയാണെന്ന് തോന്നുന്നു അല്ലേ, അറിയില്ല, വോട്ട് എവർ. അപ്പോൾ ഞാൻ പറയാവുന്നത്, ഞാൻ സ്കൂളിൽ പോകുമ്പോൾ ഉള്ള എൻ്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ എൻ്റെ പാരൻസ്, എൻ്റെ ചുറ്റുപാടും ഉണ്ടായിരുന്ന ആൾക്കാർ, അവരൊക്കെ ഒരുപാട് തോട്ട് പ്രോസസ്സ്, അവർ ചിന്തിക്കുന്ന രീതിയൊക്കെ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു 2015 ശേഷമൊക്കെയാണ് ഇപ്പോൾ ഈ പറയുന്ന പോലെ ടോക്സിക് റിലേഷൻഷിപ്പ്, പിന്നെ നമ്മുടെ ബോഡി ഷെയ്മിങ്, മെൻ്റൽ ഹെൽത്ത്, സെൽഫ് ലവ്, അതേപോലെ ഒരുപാട് കാര്യങ്ങൾ, ഇതൊക്കെ ഇങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാവുന്നത് ഒരു 2015 ശേഷമായിരിക്കും. അല്ലെങ്കിൽ അതിന് കുറച്ച് മുമ്പൊക്കെയാണ് ഇത്ര ഒരു സോഷ്യലി അങ്ങനത്തെ വലിയ ഒരു ചേഞ്ച് വന്നത്. അതിന് മുമ്പൊക്കെ ടു ബി ഫ്രാങ്ക്, അതായത് ബോഡി ഷെയ്മിങ് എന്ന് പറഞ്ഞ ഒരു പരിപാടി കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരാൾ ഞാൻ ഇപ്പോൾ തടിയുള്ള ഒരാളാണെന്നെങ്കിൽ തടിയാന്ന് വിളിക്കും, അത് അവൻ്റെ പേരാണ്, അവന് വിഷമം ഉണ്ടാവും. പക്ഷേ അപ്പം മെൻ്റൽ ഹെൽത്ത് ലിങ്ക് ചെയ്തിട്ട് ഓക്കെ അങ്ങനെയെന്ന് പറഞ്ഞിട്ട് പോകുന്നില്ല. ഞാൻ കറുത്തിട്ടുള്ള ഒരാളാണെങ്കിൽ എന്നെ കറുമ്പാന്ന് വിളിക്കും, ഞാൻ മെലിഞ്ഞിട്ടുള്ള ഒരാളാണെങ്കിൽ എന്നെ എന്താ എല്ലും കൊട്ടെ, മെലിയ, അങ്ങനെ സാധനങ്ങളൊക്കെ വിളിക്കും. ഇതൊക്കെ അപ്പോഴും വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഞങ്ങളൊക്കെ, അതായത് ഞാൻ എൻ്റെ കാര്യം പറയാം, ഞാനൊക്കെ ആ ഒരു ടൈമിൽ വളർന്നു വന്നതുകൊണ്ട് എനിക്കതൊക്കെ നോർമലായിരുന്നു, എല്ലാം ഭയങ്കര നോർമലായിരുന്നു. പിന്നെ ആ ടൈമിൽ സ്ത്രീകൾ ജോലിക്ക് പോകുന്നത് കുറവായിരുന്നു. അത് എൻ്റെ പേഴ്സണൽ കാര്യം അല്ല ഞാൻ ഇപ്പോൾ പറയുന്നത്. കാരണം എൻ്റെ ഉമ്മ ഒരു ഹെഡ് മിസ്ട്രസ്സാണ്, എൻ്റെ ഉമ്മ വർക്ക് ചെയ്യുന്നുണ്ട്, ഉപ്പ വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ അങ്ങനത്തെ ഒരു വർക്കിംഗ് എൻവയോൺമെൻറ്റിൽ നിന്നാണ് വന്നത്. പക്ഷേ ഇപ്പോഴത്തെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ആ ടൈമിൽ സ്ത്രീകൾ ജോലിക്ക് പോകുന്ന ഒരു സംഭവം കുറവായിരുന്നു. പിന്നെ ഇപ്പോഴാണ് ഞാൻ ടോക്സിക് മാസ്കുലിനിറ്റി എന്നൊക്കെ പറയുന്ന ഒരു സംഭവമൊക്കെ വന്നത്. അന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ അന്നല്ല എപ്പോഴും ഓക്കെ, അന്ന് മെയിൻലി ആണ് എന്നുണ്ടെങ്കിൽ ഒരു വീട്ടിലുള്ളൊരു ഉപ്പയാണ് ആ വീട്ടിലെ ഡിസിഷൻസും കാര്യങ്ങളൊക്കെ ഒരു മാൻലി ആയിട്ട് ഒരു പവർഫുൾ ആയിട്ട് വന്ന് നിൽക്കുന്നത്. ഇന്ന് ആ ഒരു സംഭവത്തിനെ ടോക്സിക് മാസ്കുലിനിറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഇഷ്യൂ ആയിട്ട് കണക്കാക്കുന്നുണ്ട്. എല്ലാവരും അല്ല, ഒരുവിധ ആൾക്കാർ. പിന്നെ അതേപോലെ ഫെമിനിസം കാര്യങ്ങളൊന്നും അത്ര ഇതല്ല. ഇപ്പം ഞാനൊരു റിലേഷൻഷിപ്പിലാണെങ്കിൽ
ഒരാണ് എന്നുള്ള രീതിക്ക് എനിക്ക് പല പ്രിവിലേജസും എനിക്ക് അന്ന് ഉണ്ടായിരുന്നു എന്ന് ഞാനിപ്പോൾ ആലോചിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഞങ്ങളെപ്പോലെ ഞാനൊക്കെ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു സോഷ്യൽ ചേഞ്ച് വന്നപ്പോൾ ഞങ്ങൾ വളർന്നു വന്നത് ഈ ഒരു സാഹചര്യത്തിൽ നിന്നാണ്. അതായത് ഈ മെൻ്റൽ ഹെൽത്ത് പരിപാടികളുടെ കാര്യങ്ങൾ ഞങ്ങൾ അവെയറല്ല. ഈ ബോഡി ഷേമിങ്ങിൻ്റെ സംഭവം നമുക്കറിയാം. ഞങ്ങളതൊക്കെ നോർമലായിട്ട് നമ്മൾ പറയുന്നതും വിളിക്കുന്നതും കാര്യങ്ങളൊക്കെ ഇതാണ്. പിന്നെ ഈ ഫെമിനിസം കാര്യങ്ങൾ, അതേപോലെ ഒരുപാട് കാര്യങ്ങൾ വി വർ നോട്ട് അവെയർ. അന്ന് ഞങ്ങൾക്ക് അതൊക്കെ നോർമലായിരുന്നു. റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, പേഴ്സണൽ ലൈഫ് ആയിക്കോട്ടെ, നമ്മളുള്ള ഒരു സൊസൈറ്റിയുടെ ഇതായിക്കോട്ടെ, എല്ലാവരുടെയും ചിന്താഗതി ഓൾമോസ്റ്റ് സെയിം ആയിരുന്നു. പക്ഷേ ഈ ഇപ്പോഴത്തുള്ള ഒരു കാലഘട്ടത്തിൽ ഞാൻ അവിടെ നിന്ന് വന്ന് എനിക്ക് ഇതിലേക്ക് അഡാപ്റ്റ് ചെയ്യാൻ അഫ്കോഴ്സ് കുറച്ച് ടൈം വേണം. ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്കൊക്കെ ഞാൻ എൻ്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. എനിക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ അൺലേൺ ചെയ്തിട്ട് വേണം പുതിയ കാര്യങ്ങൾ റീലേൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഇപ്പോൾ ഈ ബോഡി ഷേമിംഗ് എന്നുള്ളൊരു പരിപാടി ഞാൻ എൻ്റെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എല്ലാവരെയും ഇതേപോലെ ഓരോ വട്ടപ്പേര് അത് ഇത് അങ്ങനെയൊക്കെയാണ് വിളിക്കുക. അപ്പോൾ എനിക്കത് നോർമലായിരുന്നു. ഇത്രയും കാലം എനിക്ക് നോർമലായിട്ട് പെട്ടെന്ന് എനിക്കത് നോർമലല്ല, സൊസൈറ്റി പറയണ അത് തെറ്റാണ്, ഇതാണ് ഓക്കെ, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ഞാനിത് അക്സെപ്റ്റ് ചെയ്തിട്ട് പക്ഷേ ഞാനൊരു 10-15 അല്ലെങ്കിൽ 18 കൊല്ലം ഒരു തിങ്ക് ചെയ്ത പോലെ ആ ഒരു തോട്ട് പ്രോസസ്സിൽ നിന്ന് ഒറ്റയടിക്ക് എനിക്ക് അങ്ങോട്ടേക്ക് ജമ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ ഈ ഒരു സംഭവം അൺലേൺ ചെയ്യാണിപ്പോൾ. എന്നിട്ട് പുതിയ ഈ ഒരു തോട്ട് പ്രോസസ്സ് റീലേൺ ചെയ്യാണ്. എന്നൊക്കെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു 90s ഒരാൾക്കാരെ സംബന്ധിച്ച് ഈ അൺലേൺ ചെയ്യുന്ന ആ ഒരു സംഭവമാണ് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സംഭവം. ഇത്രയും കാലം ഫോളോ ചെയ്ത് വന്ന പല തോട്ട് പ്രോസസ്സും പല കാര്യങ്ങളും തെറ്റാണെന്ന് മനസ്സിലാക്കി അത് ഞങ്ങൾ ചേഞ്ച് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് സമയം വേണം. അപ്പോഴത്തേനും നമ്മൾ ഭയങ്കരമായിട്ട് നിങ്ങൾ 90s അങ്ങനെയാണ്, 90s എന്നല്ല പറയുന്നത്, നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നത് തെറ്റാണ്, ഇതാണ് ഇതൊക്കെ തെറ്റാണ് എന്നുള്ള ഇപ്പോഴത്തെ ഒരു സോഷ്യൽ കണ്ടീഷനിൽ, അല്ലെങ്കിൽ പണ്ടും അത് തെറ്റാണ് ഞങ്ങൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ഞങ്ങളിപ്പോൾ അത് അൺലേൺ ചെയ്തു. ഞാനിപ്പോൾ അത് അൺലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പുതിയ ഇതേപോലുള്ള കാര്യങ്ങൾ റീലേൺ ചെയ്യാണ്. അപ്പോൾ ആ ഒരു ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടെന്നല്ല, അത് അഡാപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ സെയിം സിറ്റുവേഷൻ ഫോർ ഷുവർ ഇപ്പോൾ ഉള്ള യങ്ങർ ജനറേഷന് കുറച്ച് കഴിഞ്ഞാലുള്ള അപ്പത്തെ യങ്ങർ ജനറേഷനുമായിട്ട് ഇതാക്കുമ്പോൾ ആ ഷിഫ്റ്റിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഞങ്ങളെല്ലാവരും ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഈ അൺലേണിംഗ് ആണ്. അപ്പോൾ ആ അൺലേണിങ്ങിന് എല്ലാവർക്കും കുറച്ച് ടൈം കൊടുക്കണം. ആരും ഇവിടെ പെർഫെക്റ്റ് ആയിട്ടോ കാര്യങ്ങളായിട്ടോ ഒന്നുമല്ല വന്നിരിക്കുന്നത്. നമുക്കൊക്കെ നമ്മുടേതായിട്ടുള്ള നല്ല കാര്യങ്ങളും മോശം കാര്യങ്ങളും എല്ലാതും ഉണ്ട്. പക്ഷേ ഈ ഒരു സെറ്റ് ഓഫ് ജനറേഷൻ ആ ഒരു ട്രാൻസിഷൻ ഫേസിലാണ് വന്നത്. അതായത് അവർ പഠിച്ചത് ഒരു കാര്യമാണ്, പക്ഷേ പിന്നെ സൊസൈറ്റി ആയത് വേറൊരു കാര്യമാണ്. അപ്പോൾ ആ പഠിച്ചതൊക്കെ കളഞ്ഞ് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു സമയമുണ്ട്. ചിലപ്പോൾ അത് ചിലവർക്ക് വളരെ പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും, ചിലർക്ക് അത് കുറച്ച് ടൈം എടുത്തിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ ആരുടെയും ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അവരുടെ വേ ഓഫ് ബിഹേവിയർ അല്ലെങ്കിൽ കാര്യങ്ങൾ കണ്ടിട്ട് ഇപ്പോൾ നമ്മൾ ജഡ്ജ് ചെയ്യാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. നമ്മളിങ്ങനെ പറയില്ല, അതായത് നമ്മുടെ പാരൻസിനെ നമുക്ക് മാറ്റാൻ പറ്റില്ല. കാരണം അതായത് ഞാൻ പറയുന്നത് എൻ്റെ പാരൻസിനോ എൻ്റെ കാര്യങ്ങളല്ല, ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരുപാട് ഏജ് അവർ ഏകദേശം ലെറ്റ്സ് ഒരു 50 വയസ്സിൽ പഠിച്ചതും വളർന്നതും അവരുടെ തോട്ട് പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഒരു രീതിയിലായിരിക്കും. അവിടെ നമ്മൾ പെട്ടെന്ന് ഞാനൊരു എക്സാമ്പിൾ പറയാം. അത് ഞങ്ങളുടെ ഒരു 90s ഒരു 2010 ഒരു 2010 2015 ആ റേഞ്ചിലൊക്കെയാണ് ഈ ലിവിങ് ടുഗദർ കാര്യങ്ങളൊക്കെ ഒന്നും കൂടിയും ഇവിടെ നമ്മുടെ സൊസൈറ്റിയിൽ വരാൻ തുടങ്ങിയത്. അപ്പോൾ ആ ടൈമിൽ എനിക്ക് ഓക്കെ ഇറ്റ്സ് ഫൈൻ, അവരിഷ്ടമല്ലേ, അത് കുഴപ്പമൊന്നുമില്ല അങ്ങനെ. പക്ഷേ അത് ചിലപ്പോൾ എൻ്റെ പാരൻസിന് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അത്രയും കാലം അവർ പഠിച്ചു വന്ന കാര്യങ്ങൾ, അവരുടെ കൾച്ചർ, അവരുടെ ഐഡിയോളജി അതൊക്കെ ഭയങ്കര എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇനി ഒരു 10 കൊല്ലത്തിന് ശേഷം ഇതേപോലെ ലിവിങ് ടുഗദർ പോലെ അല്ലെങ്കിൽ ഇപ്പോൾ പല ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, സിറ്റുവേഷൻഷിപ്പ്, ആ ഷിപ്പ് ഈ ഷിപ്പ് എന്നൊക്കെ, അത് എനിക്ക് കംപ്ലീറ്റ്ലി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? ഞാൻ ഇത്രയും കാലം പഠിച്ചു വരുന്ന റിലേഷൻഷിപ്പിൻ്റെയും കാര്യങ്ങൾ, വാല്യൂസ് കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് ആണ്, ഇപ്പോൾ ഉള്ളത് ഡിഫറെൻ്റ് ആണ്. അതെന്ന് വെച്ച് ഇത് തെറ്റെന്നല്ല, ഓരോ കാലഘട്ടത്തിൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഇപ്പോഴത്തെ ആൾക്കാർ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ നമ്മളൊക്കെ ഒരു മ്യൂച്വലി ഒരു റെസ്പെക്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പല ആൾക്കാരും പല കാര്യങ്ങൾ അൺലേൺ ചെയ്തിട്ട് അത് റീലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുള്ളൊരു സ്പേസും ടൈമും കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കണം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാൻ തന്നെയാണ് നമ്മൾ നോക്കുന്നത് മാക്സിമം. ആൻഡ് ട്രസ്റ്റ് മീ,
നിങ്ങൾ ഇപ്പോഴത്തെ യങ്ങർ ജനറേഷൻ കുറച്ച് കാലം കഴിഞ്ഞിട്ടുള്ള യങ്ങർ ജനറേഷൻ്റെ ഐഡിയോളജീസും കാര്യങ്ങളൊക്കെ അഡാപ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. ബുദ്ധിമുട്ടാവും പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. കാരണം ഞാനൊക്കെ യങ് ആയിരിക്കും, ഞാനിപ്പോഴും യങ്ങാണ്, ഞാൻ ഉദ്ദേശിച്ചത് ഒന്നുകൂടി പ്രായം കുറഞ്ഞിരിക്കുന്ന ടൈമിൽ വരുന്ന പല ട്രെൻഡുകളും എനിക്ക് അഡാപ്റ്റ് ചെയ്യാനും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാനൊക്കെ ഭയങ്കര സിമ്പിളായിരുന്നു. പക്ഷേ ഇപ്പോൾ പല ട്രെൻഡുകളും പല കാര്യങ്ങളും അഡാപ്റ്റ് ചെയ്യാനും അക്സെപ്റ്റ് ചെയ്യാനും എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് കുറച്ചും കൂടി കഴിഞ്ഞാൽ കുറച്ചും കൂടി ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മുടെ പാരൻസിൻ്റെ ഒക്കെ ഒരു ഭാഗത്തു നിന്ന് ചിന്തിച്ച് നോക്കിയാൽ അവർ നമ്മളെക്കാട്ടിയും അത്യാവശ്യം ഒരു 10-30 വയസ്സ് ഗ്യാപ്പ് ഉണ്ടാവുമ്പോൾ അപ്പോൾ ജസ്റ്റ് ഇമാജിൻ അത്രയും ചേഞ്ചാണ് വരുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ നമ്മുടെ പാരൻസിനെ നിങ്ങളത് മനസ്സിലാക്കുന്നില്ല, അങ്ങനെ ഇങ്ങനെ തട്ടിക്കയറിയിട്ട് ഒന്നും ഒരു കാര്യമില്ല. നമ്മൾ കുറച്ചും കൂടി കഴിഞ്ഞാലാണ് നമുക്കത് മനസ്സിലാവുക. ഇപ്പോഴത്തുള്ള യങ്ങർ ജനറേഷന് അടുത്തുള്ള യങ്ങർ ജനറേഷൻ വരുമ്പോൾ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ ഇഷ്യൂ അപ്പോൾ മനസ്സിലാവും. ഇതൊക്കെ ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, എനിക്ക് പറയാൻ തോന്നി. കാരണം കുറേ കാലമായിട്ട് ഞാൻ പറയണമെന്ന് വിചാരിച്ചിട്ടുള്ളൊരു സംഭവമാണ്. കുറേ ആൾക്കാർക്ക് ഇതാക്കാൻ പറ്റും. ഇപ്പോൾ ഈ ഫെമിനിസം, പിന്നെ അതേപോലെ തന്നെ ടോക്സിക് മാസ്കുലിനിറ്റി, ടോക്സിക് റിലേഷൻഷിപ്പ്, മെൻ്റൽ ഹെൽത്ത്, അങ്ങനത്തെ ഒരുപാട് ടെർമിനോളജീസ് വരെ ഇപ്പം അടുത്താണ് ഭയങ്കരമായിട്ട് ഫേമസ് ആവുന്നത്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സൊസൈറ്റി അഡാപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വളർന്ന ടൈമിലൊന്നും ഇതൊന്നും ഒന്നുമില്ല, നമുക്ക് അറിയുന്നില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ആരും ഒരാളും അഹങ്കരിക്കേണ്ട. നമ്മൾ ഭയങ്കര അപ്ഡേറ്റഡ് ആണ്, നമ്മൾ ഭയങ്കര ഓപ്പൺ മൈൻഡഡ് ആണ്, നമ്മൾ ഭയങ്കര ഇതാണ്, സോഷ്യലി അങ്ങനെയാണ് ഇങ്ങനെയാണ്. കുറച്ച് കഴിഞ്ഞാൽ, അതായത് ഇത്രയും മനുഷ്യന്മാരും ഇത്രയും അധികം തോട്ട് പ്രോസസ്സുകളും ഇത്രയും അധികം ഐഡിയോളജീസും കാര്യങ്ങളൊക്കെ ഉള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എവിടെയെങ്കിലും ഒരു പോയിന്റിൽ നമുക്കൊരാളുടെ ഇതിന് ഒരു ഐഡിയോളജിക്ക് അല്ലെങ്കിൽ ഒരു സംഭവത്തിന് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അത് ആരുടെയും തെറ്റല്ല, അവിടെ ആരും മോശക്കാരനാവുന്നില്ല. ഇറ്റ്സ് പാർട്ട് ഓഫ് ലൈഫ്. സോ ആരും മോശമല്ല, എല്ലാവരും നല്ല മനുഷ്യന്മാർ തന്നെയാണ്. എല്ലാവർക്കും ആ ഒരു സ്പേസ് കൊടുക്കുക, ആ ഒരു ടൈം കൊടുക്കുക. ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ എന്തൊക്കെ ചേഞ്ചുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഹാപ്പി ആയിട്ടിരിക്കുക, അത്ര ബേസിക്കലി പറയാറുള്ളൂ. അപ്പോൾ ഇതൊക്കെ പറയണമെന്നുണ്ടായിരുന്നു, എല്ലാം പറഞ്ഞു. കുറേ ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റിലൂടെ തരണം, എന്നാലാണ് എനിക്ക് ഇതേപോലെ കുറേ വീഡിയോസൊക്കെ ചെയ്യാനൊരു മോട്ടിവേഷൻ വരുള്ളൂ. മോട്ടിവേഷൻ ഇല്ലെങ്കിൽ ഞാൻ എന്തായാലും ചെയ്യും. അപ്പോൾ ഇതേപോലെ ഓരോ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ഞാൻ ഇനിയും വരും. അപ്പോൾ വീണ്ടും ഞാൻ പറയുന്നു, എല്ലാ മനുഷ്യന്മാരും നല്ല ആൾക്കാരാണ്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു ഫ്രീഡം കൊടുക്കുക, ഒരു ടൈം കൊടുക്കുക അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബിക്കോസ് ഇപ്പം നിങ്ങൾ ടൈം ഇപ്പോൾ ഉള്ള ആൾക്കാർക്ക് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്ന ആൾക്കാർ നിങ്ങൾക്കും ടൈം തരാൻ പോകുന്നില്ല. ഇറ്റ് ഡസൻ മാറ്റർ, നിങ്ങൾ നിങ്ങളുടെ ലൈഫുമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ബട്ട് സ്റ്റിൽ നമ്മളൊരു ഹ്യൂമൻ ഇസ് എ സോഷ്യൽ ക്രീച്ചർ. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു സൊസൈറ്റിയുടെ കൂടി ഭാഗമാവുന്നത് കൊണ്ട് പ്ലീസ് ബി സോഷ്യലി റെസ്പോൺസിബിൾ, പ്ലീസ് ബി റെസ്പെക്ട്ഫുൾ ടു അതർ പീപ്പിൾ, പ്ലീസ് റെസ്പെക്റ്റ് അതർ പീപ്പിൾസ് ഫീലിംഗ് ആസ് വെൽ. ഓക്കെ, ഇതൊക്കെ പറയുമ്പോൾ ഞാൻ ഭയങ്കര സംഭവമാണെന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെയൊന്നുമില്ല. ഞാൻ നിങ്ങളെപ്പോലുള്ളൊരു സാധാരണ ഒരാളാണ്, ഒരുപാട് കുറ്റവും കുറവുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. ബട്ട് സ്റ്റിൽ ഐ എം ട്രൈങ് ടു അഡാപ്റ്റ്. ദാറ്റ്സ് മെയിൻ തിങ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത ഇത് ആവുന്നവരെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.